ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കൊക്കെ സുഖമാണോ? എനിക്കിവിടെ സുഖമാണ് കേട്ടോ. ഇന്ന് നമുക്ക് മോമോ റെസിപ്പി നോക്കിയാലോ? ഞാനിവിടെ 3 തരം മോമോസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതും എല്ലാം ഒരേ സ്റ്റഫിൽ തന്നെ പല രീതിയിലായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിവിടെ മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. മൈദാമാവിൻ്റെ അളവെന്ന് പറയുന്നത് 1.5 കപ്പ് മൈദാമാവാണ് എടുക്കേണ്ടത്. ഈ മൈദാമാവിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം നോർമൽ വാട്ടറിലാണ് നമ്മളിത് കുഴച്ച് എടുക്കുന്നത്. കണ്ടോ, ഉപ്പെല്ലാം ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ നല്ല പോലെ ഇത് കുഴച്ചെടുക്കണം. കണ്ടോ, ഈ ഒരു പരുവം. ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ന്യൂട്രല്ലയാണ് വേണ്ടത്. അതായത് ന്യൂട്രല്ല കുതിരാനായിട്ട് ചൂടുവെള്ളത്തിൽ ഒരു 3-4 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. അത് മിക്സിയിലിട്ട് നല്ല പോലെ അത് ക്രഷ് ചെയ്ത് എടുക്കണം. അതിനുശേഷം നമ്മുടെ ക്യാബേജ് ചെറുതായി കട്ട് ചെയ്തത് കുറച്ച് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഈ ഒരു ന്യൂട്രല്ലയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ചിക്കൻ എടുക്കാം കേട്ടോ. ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആയതുകൊണ്ടാണ് ഞാനിവിടെ ന്യൂട്രല്ല എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള, ക്യാബേജ് ഒക്കെ ചേർത്ത് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൈകൾ കൊണ്ട് നല്ല പോലെ മിക്സ് ആക്കേണ്ടതാണ്. അങ്ങനെ നല്ല പോലെ ഞാൻ മിക്സ് ആക്കി നമ്മുടെ സംഭവം അകത്ത് വെക്കേണ്ട ആ ഒരു സ്റ്റഫ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടകി കൊടുക്കുക. പിന്നെ അതിനുശേഷം ഞാനിവിടെ നമ്മുടെ ചപ്പാത്തി പലകയിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. അത് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെറിയ ആ ഒരു ബോളുകളാക്കിയിട്ട് പരത്തി എടുക്കേണ്ടതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഞാൻ ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള ആളൊന്നുമല്ല. പിന്നെ അതിനെക്കാട്ടിലും നല്ല മോമോ ഉണ്ടാക്കാനുള്ള അറിയാവുന്ന ആൾക്കാരും കാണുമായിരിക്കും. കുഴപ്പമില്ല, എൻ്റെതായ രീതിയിലാണ് ഞാൻ പറയുന്നത്. ഇതിനകത്തേക്ക് നമ്മുടെ ആ ഒരു ചെറിയ മീഡിയം പപ്പടത്തിൻ്റെ വലിപ്പത്തിലുള്ളതാണ് നമ്മൾ പരത്തിയെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മുടെ ആ ഒരു സ്റ്റഫ് നിറച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതേ രീതിയിൽ കോണായിട്ട് മടക്കി എടുക്കേണ്ടതാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ ഒരു രീതിയിലായതുകൊണ്ട് ചെറിയ രീതിയിൽ പൊട്ടി പോയിട്ടുണ്ട്. അത് എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളത്തിൻ്റെ നനവുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ എടുത്ത് വെച്ചേക്കുന്ന ഒരു പാത്രത്തിൽ നേരത്തെ എണ്ണ തേച്ചില്ലയോ, അതിലേക്കാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ എണ്ണ തേച്ച പാത്രത്തിലേക്ക് നമ്മുടെ ഓരോ മൊമോസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ മൊമോസും തയ്യാറാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി കുട്ടകത്തിൽ വെള്ളം ഒഴിച്ച് നല്ലപോലെ ആവി കയറ്റി എല്ലാം എടുത്ത് പിന്നെ ഈ ഒരു മൊമോ വെച്ചിട്ട് കുറുക്കുറ മൊമോ, അതായത് നമ്മുടെ ബ്രെഡിൻ്റെ ഒരു പൊടിക്കകത്തേക്ക് കുറച്ച് മൈദാമാവി മുക്കി ബ്രെഡിൻ്റെ ആ ഒരു പൊടിക്കകത്ത് എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുത്തതാണ് ആ ഒരു ഒന്ന്. പിന്നെ നമ്മുടെ ആവിയിൽ പുഴുങ്ങിയത്, പിന്നെ ക്രീമി മൊമോ, അതായത് ഫ്രഷ് ക്രീമും മയോണൈസ് സോസും എല്ലാം മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ഇട്ടത് ഒരെണ്ണം. പിന്നെ ചട്നിക്ക് തക്കാളിക്കായും പച്ചമുളകും വെളുത്തുള്ളി ഇട്ടിട്ടുള്ള